ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. വിളവെടുപ്പ് കാലം, ഫലം ചൂടുന്ന കാലം എന്നൊക്കെയാണ്. ഈ ദിവസം കൈത്താക്കാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ച തിരുസഭ സുവിശേഷം നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോയുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നു. രണ്ടാം ഭാഗത്ത് ഈശോ എന്തിനാണ് ഈ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈശോയുടെ പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുന്ന ഒരു ശൈലിയും നമ്മൾ കണ്ടുമുട്ടുന്നു. ഈശോയുടെ തെരഞ്ഞെടുപ്പ് അത് വളരെ പ്രത്യേകതയുള്ളതാണ്. പേരെടുത്താണ് അവിടുന്ന് തെരഞ്ഞെടുത്ത് വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യാക്കോബിൻ്റെ 12 പുത്രന്മാരെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ച തന്നെ ഈ 12 അപ്പസ്തോലന്മാരിൽ നമ്മൾ കാണുന്നു. രണ്ടാം വായന ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ 12 ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെയും തുടർച്ച എന്നോണമാണ്, അതുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈശോ ഈ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, തിരുസഭയിൽ ഒട്ടേറെ പുണ്യപ്രവർത്തികൾ, വിശുദ്ധാത്മാക്കൾ, സൗഖ്യ ശുശ്രൂഷകൾ ഇങ്ങനെ തുടങ്ങിയതിലൂടെ ഒത്തിരിയേറെ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു മുഖ്യ കാരണം സഭ ശ്ലൈഹികമാണ് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. തിരുസഭയിൽ നിന്ന് ഒത്തിരിയേറെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം സ്ഥാപിച്ച സഭ എന്ന ഈ ശ്ലൈഹിക അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു പാരമ്പര്യത്തെ, ഈ ഒരു അടിസ്ഥാനത്തെയും കൂടി മാനിക്കാൻ ഇന്ന് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സഭയിലൂടെയുള്ള ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്നാൽ സഭയുടെ ശ്ലൈഹികതയെ, ശ്ലൈഹിക അടിത്തറയെ, പുരോഹിതരുടെ അധികാരത്തെ ഒക്കെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള, ഇത് സ്ഥാപിച്ചിട്ടുള്ള ക്രിസ്തുവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത് എന്നാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്നത്. അതായത് 2025 പട്ടം കിട്ടിയ, 2026 നവാഭിഷിക്തരായ പുരോഹിതർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ കൈവെപ്പ് നടത്തിയ ഒരു മെത്രാനുണ്ട്. അതിൻ്റെ തലയ്ക്ക് മുകളിൽ ആ മെത്രാന് അഭിഷേകം നൽകിയ വേറൊരു മെത്രാനുണ്ട്. ഈ ചങ്ങലയുടെ കണ്ണി ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത്, ഈ ചങ്ങലയുടെ കണ്ണിയുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, സഭയിൽ നിന്ന് ഫലങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ കൈത്താക്കാലത്ത് ഫലങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ക്രിസ്തുവാണ് ഈ സഭയെ സ്ഥാപിച്ചത് എന്നുള്ള ഒരു വസ്തുത നമുക്ക് ഓർക്കാം. സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് സഭ തിരഞ്ഞെടുത്തത്, സഭയെ തിരഞ്ഞെടുത്തത്, സ്ലീഹന്മാരെ പേരെടുത്ത് തിരഞ്ഞെടുത്ത് വിളിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്താൻ, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാൻ, ഈ ഒരു കാര്യത്തിന് വേണ്ടി സൗഖ്യ ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷ, ശുദ്ധീകരണം, ഉയർപ്പ്, ഈ 4 ശുശ്രൂഷകളിലൂടെ സ്ലീഹന്മാരെ തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടരാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈശോ ഒരു സഭയിൽ കാണണമെന്ന്, സഭയുടെ അപ്പസ്തോലന്മാരിൽ, പുരോഹിതരിൽ, സഭാ മക്കളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഇവയിലുണ്ട്. അത് നമ്മൾ ശാരീരികമായി പുഷ്ടിപ്പെടണമെന്നല്ല, മാനസികമായി ഒത്തിരിയേറെ വളരണമെന്നല്ല, മറിച്ച് നമുക്ക് സൗഖ്യം വേണം, നമുക്ക് വിടുതൽ വേണം, നമ്മൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം, അടിമത്തത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ ഉയർപ്പിക്കപ്പെടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. മൂന്നാമതായി ഈശോ ഈ പ്രേക്ഷിത ശൈലി, ഇതെങ്ങനെ ഈ പ്രേക്ഷിത ദൗത്യം നടത്തണമെന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഈശോ എത്രമാത്രം മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോലും ശ്രദ്ധാലുവാണ് എന്നതിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും ഒരു ഫോർമേഷൻ പ്രോഗ്രാം ഈശോ സെറ്റ് ചെയ്യാണ്. വളരെ കർശനമായിട്ട് നമുക്ക് തോന്നാം, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, മടിശീലയോ സഞ്ചിയോ കരുതരുത്, 2 ഉടുപ്പ് കരുതരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഈശോ വളരെ കർശനമായ ഒരു ഫോർമേഷൻ പ്രോഗ്രാമിലൂടെ ശിഷ്യന്മാരെ കടത്തിവിടുകയാണ്. യഥാർത്ഥത്തിൽ സുവിശേഷ വേലയ്ക്കായി അയക്കപ്പെടുന്നതിന് മുൻപ് എത്രമാത്രം ഒരുക്കപ്പെടണം എന്ന് വ്യക്തമാക്കുന്ന വരികളാണത്. അയക്കപ്പെടുന്നതിന് മുൻപ് ഒരുക്കപ്പെടണം, സാക്ഷ്യം നൽകുന്നതിന് മുൻപ് സാക്ഷ്യമായിട്ട് മാറണം.
ഇതൊക്കെയാണ് ഈശോ ശരിക്കും ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന വസ്തുതകൾ. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോ 12 പേരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. കുറെ ചുമതലകൾ ഭരമേൽപ്പിക്കുകയാണ്. ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുൻപ്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതിന് മുൻപ്, ചുമതലകൾ വഹിക്കുന്നതിന് മുൻപ് അവർ തലയെ ചുമക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ആരാണ് തല? കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അപ്പോൾ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ചുമതലകളിൽ ഭ്രമിച്ചു നിൽക്കാതെ തലയെ ചുമക്കുന്ന വ്യക്തികളായി, ക്രിസ്തുവിനെ വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ഇന്ന് ശിഷ്യന്മാരെ ഈശോ ക്ഷണിക്കുകയാണ്. പലപ്പോഴും വിശ്വാസികൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ചുമതലകളെ കണ്ടിട്ടാണ് അവർ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരാറ്, റെക്കമെൻഡേഷൻസായും ആപ്ലിക്കേഷൻസായും അഡ്മിഷൻസായും. പക്ഷെ അതിനേക്കാൾ ഉപരി തലയെ വഹിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഈശോ ആഗ്രഹിച്ച ഫലങ്ങൾ തേടി അവർ നമ്മളെ സമീപിക്കും, പുരോഹിതരെ സമീപിക്കും. യഥാർത്ഥത്തിൽ സഭാ മക്കളും വളർത്തിയെടുക്കേണ്ട, അവർക്കും ഉണ്ടാകേണ്ട ഒരു അവയർനെസ് ഇത് തന്നെയാണ്. അവർ റെക്കമെൻഡേഷൻസും ആപ്ലിക്കേഷൻസും അഡ്മിഷൻസുമായിട്ട് സഭാ അധികാരികളെ, ശ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന പുരോഹിതരെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം, അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് പകരം, അതിനും ഉപരിയായി അവർ തലയെ വഹിക്കുന്ന പുരോഹിതരെ കണ്ടുകൊണ്ട്, തലയെ ചുമക്കുന്ന പുരോഹിതരെ കണ്ടുകൊണ്ട് സൗഖ്യത്തിനും വിടുതലിനും അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി അവർ പുരോഹിതരെ സമീപിക്കണം. ഇപ്പോൾ ഈശോ പറഞ്ഞു തരുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെയും മറ്റു വായനകളിലൂടെയും പറഞ്ഞു തരുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇന്നത്തെ സഭ ഏറെ ഫലം ചൂടി നിൽക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധാത്മാക്കളാൽ രക്തസാക്ഷികളാൽ അലങ്കൃതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ കാരണം സഭയെ ഈശോ സ്ഥാപിച്ചു എന്നുള്ളതാണ്. സഭ ശ്ലൈഹികമാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. രണ്ടാമതായി, ഈശോ സ്ഥാപിച്ച തിരുസഭയെയും തിരുസഭയിലെ പുരോഹിതരെയും ഒക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ തേടിയാണോ നമ്മൾ അവരെ സമീപിക്കുന്നത് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ഒത്തിരി റെക്കമെൻഡേഷനും ആപ്ലിക്കേഷൻസും അഡ്മിഷൻസും ജോബും ഒക്കെയായി നമ്മൾ പുരോഹിതരെ തേടുമ്പോൾ അത് അവർ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ചുമതലകളാണെന്ന് തിരിച്ചറിയുക. എന്നാൽ തലയെ ചുമക്കുന്ന പുരോഹിതരെ നമ്മൾ കാണുമ്പോൾ അവർ രോഗസൗഖ്യവും വിടുതലും ശുദ്ധിയും ഉയർപ്പുമൊക്കെ തേടി, അടിമത്തത്തിൽ നിന്നുള്ള മോചനമൊക്കെ നേടി അവർ പുരോഹിതരെ സമീപിക്കും. ഇത് വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അവയർനെസ്സാണ്. നമ്മൾ പുരോഹിതരെ സമീപിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഉന്നതിയും മാനസികമായിട്ടുള്ള പരിപുഷ്ടിയും ഒക്കെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ സമീപിക്കാതെ അവരിൽ നിന്ന് ലഭിക്കുന്ന ഈ ദൈവികമായിട്ടുള്ള കൈവെപ്പ് വഴി ലഭിച്ചിട്ടുള്ള ഈ ഫലങ്ങൾ സ്വന്തമാക്കാൻ, ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അവരെ സമീപിക്കാനായിട്ട് ശ്രമിക്കാം. മൂന്നാമതായി, ഈശോ വ്യക്തമാക്കുന്ന പ്രേക്ഷിത ശൈലി, അത് ഓരോ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ്. അയക്കപ്പെടുന്നതിന് മുൻപ് ഒരുക്കപ്പെടാനായിട്ട് നമുക്ക് ഒരുങ്ങാം. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ അടയിരുന്നതിന് ശേഷം പുറത്തേക്ക് സാമൂഹ്യ പ്രവർത്തനത്തിനായി, സാമൂഹ്യ സേവനത്തിനായിട്ട് ഇറങ്ങുന്ന വിശുദ്ധ. അപ്പോൾ അടയിരുന്നതിന് ശേഷം അവൾ അയക്കപ്പെടുന്നു. ഈശോയുടെ ഒരു പ്രേക്ഷിത ശൈലി നമുക്ക് സ്വന്തമാക്കാം. അല്പനേരം ഈശോയുടെ സന്നിധാനത്തിൽ അടയിരുന്ന് ഒരുക്കപ്പെട്ടതിന് ശേഷം, നമ്മെ തന്നെ ഒരുക്കിയതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് അയക്കപ്പെടാൻ നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.